നമസ്കാരം. മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരകുടുംബമാണ് ജയറാമിന്റേത്. ഈ വർഷമായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം എന്ന ചക്കിയുടെയും മകൻ കാളിദാസിന്റെയും വിവാഹം നടന്നത്. ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആഘോഷങ്ങളായിരുന്നു ഈ രണ്ട് താരവിവാഹങ്ങളും. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ, മന്ത്രിമാർ, ഗവർണർ, സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവരെല്ലാം ചടങ്ങിനെത്തിയിരുന്നു. ഇരുവരുടെയും ഗുരുവായൂരിൽ വെച്ച് വളരെ ലളിതമായിട്ടാണ് വിവാഹ ചടങ്ങുകൾ നടന്നത്. എന്നാൽ ആർഭാടം നിറഞ്ഞതായിരുന്നു വിവാഹ സൽക്കാരങ്ങളെല്ലാം. എല്ലാവരും വന്നിട്ടും ജയറാമിനെ ജയറാമാക്കിയ, കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കിയ രാജസേനന്റെ വിടവ് പലരും പറഞ്ഞിരുന്നു. ഇരുവരും പിണക്കത്തിലാണെന്ന് നേരത്തെ തന്നെ ചില വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ തന്റെയും മകളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തത്തിന് പിണക്കങ്ങളെല്ലാം മറന്ന് പങ്കെടുക്കുമെന്ന് പലരും കരുതിയിരുന്നു. എന്നാൽ രാജസേനന്റെ അസാന്നിധ്യം പ്രേക്ഷകർക്ക് ചിലരെങ്കിലും ശ്രദ്ധിച്ചിരുന്നതാണ് സത്യം. ഇരുവരും കൈകോർത്ത് 16-ലധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ബാബ, അനിയൻ ബാബ, അയലത്തെ അദ്ദേഹം, CID, ഉണ്ണികൃഷ്ണൻ, കൊട്ടാരം വീട്ടിൽ അപ്പുക്കുട്ടൻ, മേലെപ്പറമ്പിൽ ആൺവീട് എന്നിവ അവയിൽ ചിലതാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ ജയറാം രാജസേനൻ കൂട്ടുകെട്ട് അവസാനിച്ചു. ജയറാമിനെ വിമർശിച്ചുകൊണ്ട് രാജസേനൻ ചില അഭിമുഖങ്ങളിൽ സംസാരിക്കുകയുണ്ടായി. എന്നാൽ ജയറാം മൗനം പാലിച്ചു. ഇപ്പോഴത്തെ ജയറാമിനെ കുറിച്ച് രാജസേനൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ജയറാമുമായി സൗഹൃദം തുടങ്ങിയ നാളുകളെക്കുറിച്ചും പിന്നീട് അകന്നതിനെക്കുറിച്ചുമാണ് രാജസേനൻ ഒരിക്കൽ ഒരു പരിപാടിയിൽ സംസാരിക്കവേ പറഞ്ഞത്. ചെന്നൈയിൽ ഓരോ പ്രൊജക്ടുകൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കവേ നാനാ വീക്കിലിയിൽ ഒരു കുറിപ്പ് വന്നു. പത്മരാജന്റെ സിനിമയിൽ പുതുമുഖ നടൻ ജയറാം നായകനാകുന്നു എന്ന്. ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം. അന്ന് പുള്ളി മെലിഞ്ഞിട്ടാണ്. ഞാനൊരു ഇല്ലന്റിൽ എഴുതിയിട്ടു, പത്മരാജന്റെ സിനിമയിൽ കൂടി വരുന്നത് മഹാഭാഗ്യമാണ്. ഒരു ശരാശരി സിനിമാ നടന്റെ നിലവാരത്തിലേക്ക് തരം താഴരുത് എന്നാണ് എഴുതിയത്. അടുത്തയാഴ്ച മറുപടി വന്നു. പാവം ക്രൂരൻ എന്ന ഉഗ്രൻ സിനിമയുടെ സംവിധായകനാണല്ലോ താങ്കൾ. പ്രോത്സാഹത്തിന് നന്ദി. നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ദൈവം അവസരം തരട്ടെ എന്നായിരുന്നു ജയറാമിന്റെ മറുപടി. ആ കത്തിൽ കൂടി തുടങ്ങിയ ബന്ധമാണ്. കടിഞ്ഞൂൺ കല്യാണമായിരുന്നു ആദ്യത്തെ സിനിമ. അതിന് സ്ക്രിപ്റ്റ് എഴുതാൻ ജയറാം എനിക്ക് 30,000 രൂപ കടം തന്നിരുന്നു. ഇടയ്ക്ക് സ്ക്രിപ്റ്റ് നിന്ന് പോയി. രഘുനാഥ് പാലേരിയാണ് എഴുതുന്നത്. പുള്ളി കാശ് വാങ്ങിച്ചിട്ടേ എഴുതൂ. രഘുവിന് ബാക്കി കാശ് കൊടുത്താലേ ബാക്കി സ്ക്രിപ്റ്റ് നടക്കൂ. ഞാൻ ജയറാമിനെ വിളിച്ച് കാര്യം പറഞ്ഞു. പെരുമ്പാവൂർ വാ, അമ്മയുടെ കൈക്കൊണ്ട് കാശ് വാങ്ങിച്ചാൽ നല്ല രാശിയാണെന്ന് ജയറാം. അങ്ങനെ ജയറാമിന്റെ അമ്മ 30,000 രൂപ തന്നെന്നും രാജസേനൻ ഓർത്തു. ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതിനെ കുറിച്ചും രാജസേനൻ അന്ന് സംസാരിച്ചു. ജയറാമിന്റെ മക്കൾ ജനിച്ച സമയം മുതൽ ഞാനും എന്റെ ഭാര്യയും എടുത്ത് താലോലിച്ച മക്കളാണ്. കാളിദാസ് സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. എന്റെ വീട് അപ്പുവിന്റെ വീട് ചെയ്യുന്ന സമയത്ത് എന്തൊരു ആഹ്ലാദമായിരുന്നു ഞങ്ങൾക്ക്. മനുഷ്യനല്ലേ, എവിടെയെങ്കിലും ചില സൗന്ദര്യ പിണക്കങ്ങൾ വരാം. അങ്ങനെ എന്തൊക്കെയോ ആണ്. വിവാഹത്തിന് ഞാൻ വന്നില്ല, അതാണ് സത്യമെന്നും രാജസേനൻ വ്യക്തമാക്കി. അടുത്തിടെയാണ് കാളിദാസ് ജയറാമിന്റെ വിവാഹം നടന്നത്. സിനിമാ രംഗത്തെ നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ഇടക്കാലത്ത് സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്തിരുന്നെങ്കിലും ഇപ്പോഴും സജീവമായി തുടരുകയാണ്. ഏറെക്കാലത്തിനു ശേഷം ഈ വർഷം എബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിലൂടെ നടൻ മലയാളത്തിലേക്ക് തിരിച്ചെത്തി. സത്യൻ അന്തിക്കാട്, രാജസേനൻ തുടങ്ങിയ പ്രശസ്ത സംവിധായകരുടെ കൂടെ അഭിനയിച്ചത് ജയറാം എന്ന നടന് വലിയ കരിയറാണ് സമ്മാനിച്ചത്. ഇവരുടെ കൂടെ അഭിനയിച്ച മിക്ക സിനിമകളും കരിയർ ഹിറ്റായിരുന്നു. അതേസമയം കൂടുതലും തമിഴ്, തെലുങ്ക് സിനിമകളാണ് ജയറാം ഇന്ന് ചെയ്യുന്നത്. ഗെയിം ചേഞ്ചറാണ് നടന്റെ റിലീസ് ചെയ്യാനുള്ള തെലുങ്ക് ചിത്രം.